അല്ല മോനെ, നമ്മളെന്തൊക്കെ ചെയ്യാൻ? പെരുന്നാൾ കഴിക്കണമല്ല, ഇതെല്ലാം കാര്യമായിരിക്കാണ്. നമ്മളെ മോനും മക്കളും വരൂലേ? ഇന്നിപ്പോ തന്നെ ഇത് പോയി നോക്കായിട്ടല്ലോ. എല്ലാ സ്ഥലത്തും ഹിന്ദിക്കാരാണ്, ബംഗാളികൾ. ഒരു തേങ്ങട പോയാലും അവിടെ ഹിന്ദിക്കാർ, തേങ്ങട ഇപ്പൊ തീരെ കിട്ടാൻ ഒക്കെ ഹിന്ദിക്കാരായിട്ടുണ്ട്. ചെറിയ പൈസ പോയി ഇട്ട് കൊടുക്കും. എവിടെ പോയാലും പണിയിട്ടാല്ല ഈ ഹിന്ദിക്കാരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ പോയി നോക്കിയിട്ടുള്ള പാടല്ലേ പറയാൻ പറ്റും. പാടില്ല ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവരാൻ നമുക്ക് അറിയായിട്ടല്ല. ഇത് വേണ്ടേ, കിട്ടണ്ടേ, എന്താ ചെയ്യാ? വല്ലാത്തൊരവസ്ഥയാണ്. പെരുന്നാൾ ഇപ്പൊ ഒന്ന് കഴിഞ്ഞു, അടുത്ത പെരുന്നാൾ. ഈ പെരുന്നാൾക്കൊക്കെ നമ്മളെടുത്തത് വേണ്ടേ? ബന്ധക്കാർക്കും കൂട്ടക്കാർക്കും കൊണ്ട് വന്നാൽ മതി. ഇപ്പൊ ഈ മഴ ആയിട്ട് പണിയില്ല. ഞാൻ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോ വേറെ ആരെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ. പേർക്കാര് പേര് ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ പുതിയ പൈസ വേണ്ടേ? ഈ പറഞ്ഞ മഴ ഒന്ന് രണ്ട് പൈസ മതിയാ. ഈ സംഗതിക്കൊരു ഇപ്പൊ സാധനമാണെങ്കിൽ പെരും വില. എന്താ ചെയ്യാ? നോക്കട്ടെ, ഒന്നുകൂടി പോയി നോക്കട്ടെ. അതിനനുസരിച്ച് ചെയ്യാം. ഒന്ന് രണ്ടാളെ കാണാണ്ടേ, കണ്ടിട്ട് എന്താ തന്നു നോക്കട്ടെ. ഞാൻ എന്നാലേ പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ടുള്ള പാടല്ലേ അല്ല. അപ്പൊ ഇവിടെ ഇരുന്നാ പറ്റൂല എന്തായാലും. പോയി നോക്കട്ടെ ട്ടാ. ഞാൻ പോയി നോക്കിയിട്ടുള്ള പാടല്ലേ പറഞ്ഞുതരാം. ഞാനിപ്പോ ബാബുട്ടിയെ കുറച്ച് കാലമായിട്ട് ഇവിടെ നാട്ടിൽ തന്നെയാണ്. സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ എന്താന്ന് വെച്ചാല് സ്വരാജിനെ കണ്ട സ്ഥിതിക്ക് ചോദിക്കുകയാണ്. ഒരു ലേശം പൈസ വായ്പ കിട്ടുക കുറച്ച് ദിവസത്തിന്. അതിനിപ്പോ ബാബുട്ടിയെ പൈസ ഒക്കെ അല്ലെങ്കിൽ തരാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിനും പ്രയാസമായിരുന്നു. അപ്പോൾ എന്നോട് ഒന്നും കരുതരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ ആയതുകൊണ്ടിട്ടാ ബാബുട്ടിയെ. കാരണം ഞാനിപ്പോൾ അവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ കുറച്ചായി. എന്നാൽ തന്നെ ഞാനും ചുറ്റിലും പണിയൊന്നും ഇല്ലാതെ നടക്കുകയാണ്. പക്ഷെ ബാബുട്ടിൻ്റെ ഈ വരവ് ഇപ്പം എന്നെ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം പെരുന്നാളുമായി പെരുന്നാളിൻ്റെ ആവശ്യത്തിന് മുന്നാണ് പോയി ബാബുട്ടി എന്നോട് വന്ന് ചോദിച്ചത്. പക്ഷേ ബാബുട്ടിയെ മനസ്സിലൊന്നും കരുതരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഞാൻ ബാബുട്ടിക്ക് എന്തെങ്കിലും കാട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഉസ്മാനാജി, ഞാനിപ്പോൾ എന്താ വെച്ചാൽ വന്നത് രണ്ട് ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ അവസ്ഥേനപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വീട്ടിലിപ്പോൾ നാളെ പെരുന്നാളായിട്ട് പങ്ങന്മാരും കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഞാനാണെങ്കിൽ പോരാ ദിവസമായിട്ട് പണി ചെയ്യാനിട്ട് പാകതിയിലാണ്. ഉമ്മ പറയാണ് എന്താ മോനെ കാട്ടുക എന്നുള്ളതിൽ അവിടുന്ന് പിരാൻ കുറിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും കാണുമോ വൈക്കന്ന്? നമ്മളെ പഴയ സുഹൃത്തുക്കൾ ആരെയും കണ്ടുമുട്ടുമോ എന്നുള്ള നിലക്കാണ് ഇപ്പോൾ യാദർശികമായിട്ട് ഉസ്മാനാജിനെ കണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങളത് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാനാണ്? എന്തായാലും ആയിക്കോട്ടെ. ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയതായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ എന്താ പിന്നെ വരാൻ പണിയിച്ചപ്പോ നേരത്തെ ഉസ്മാനാജി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ നേരത്തെ മൂപ്പരെ കണ്ടിന്ന്. വർത്താനം കൂടുതൽ പറയാൻ പറ്റിയില്ല. വേറൊരു കാര്യം പറയിച്ചിട്ടാണ് മൂപ്പരെ കണ്ടത്. പറയാൻ പറ്റിയില്ല. ഡ്രസ്സൊക്കെ എടുത്തോ കുട്ടികൾക്ക്? കുറെ ദിവസമായി പണി ഉണ്ടായിട്ട് ശരിയാക്കുള്ളൂ. ഒക്കെ പറ്റേന്തിനൊരു മാർഗം കാണിച്ചു തരും. ആയിക്കോട്ടെ. ഇതന്നല്ലേ ഇപ്പൊ ബാബുവിന്റെ പേര പോയോട്ടെ. കുട്ടിയെ ഞാൻ എന്താ വന്നാലേ അനക്ക് പണിയില്ലാന്ന് ഞാൻ അങ്ങാടിന്ന് അറിഞ്ഞിട്ട് വന്നേ. പണി തിന്നല്ലേ? പണി ഉണ്ടായിട്ട് ഇപ്പൊ കൊറേ എന്നാ അതെ പെരുന്നാൾ കിറ്റാ. പെരുന്നാൾ ഉത്സാഹിച്ച് കഴിച്ചോ കേട്ടോ. അതേ മറ്റേ ഞാൻ ഇത് തരാൻ കാരണേ എന്റെ ബാപ്പന്നെ ഒരുപാട് സഹായിച്ചിന് കേട്ടോ. പഠിച്ചു നമ്മളെ കൈവിടില്ല മോനെ. പഠിച്ചാല് എല്ലാരെയും പോലെ തിന്നാനും ഇല്ല, ഇവിടെ പുതിയ കുപ്പായവും ഇല്ല. വിചാരിച്ച് പഠിച്ചോടോട്ട് നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ തട്ടിപ്പോയി നിൽക്കുകയായിരുന്നു. നമ്മള് പഠിത്തം കൈവിടില്ല, നമ്മളെ പഠിത്തം കൈവിടില്ല. ചിരിച്ചോളിയും കുരിപ്പാളെ ബലി പെരുന്നാൾ ആശംസകൾ.